പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വാട്സപ്പിൽ ദിനം പ്രതി വ്യക്തിപരമായ കോൺടാക്റ്റുകളിലും അതുപോലെ ഗ്രൂപ്പുകളിലുമൊക്കെ ധാരാളം മെസ്സേജുകൾ വരുന്നുണ്ട്. അതിൽ ചില മെസ്സേജുകൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ട മെസ്സേജുകളായിരിക്കും. അത് ഏത് തരം മെസ്സേജ് ആയാലും, അതായത് ടെക്സ്റ്റ് മെസ്സേജ് ആകാം, വോയിസ് ആകാം, അല്ലെങ്കിൽ ഫോട്ടോ ആകാം, വീഡിയോ ആകാം, അതേപോലെ PDF ഫയലുകളാകാം. എങ്ങനെയുള്ള മെസ്സേജുകളായാലും, ഇനി ഒന്നുമില്ലെങ്കിൽ ഇമോജികളെ ആയിരിക്കും സെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് അതിൽ ചിലത് വളരെ പ്രധാനപ്പെട്ട മെസ്സേജ് ആയിരിക്കും. അത്തരം പ്രധാന മെസ്സേജുകളൊക്കെ നമുക്ക് പിന്നീടും ആവശ്യമായിട്ട് വരും. അപ്പോൾ നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് ആ വ്യക്തിപരമായ കോൺടാക്റ്റ് ആകട്ടെ അല്ലെങ്കിൽ ഗ്രൂപ്പ് ആകട്ടെ അത് ഓപ്പൺ ചെയ്തിട്ട് ഇതേപോലെ നമ്മൾ കുറേ നേരം സ്ക്രോൾ ചെയ്ത് വേണം ആ മെസ്സേജ് ഒക്കെ കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സമയം കളയാതെ വളരെ വേഗത്തിൽ തന്നെ ആ മെസ്സേജുകൾ കണ്ടുപിടിക്കാൻ വാട്സപ്പ് പുതിയൊരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താണെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. വാട്സപ്പിനെ സംബന്ധിച്ച് ഞങ്ങൾ ഇതുവരെ ചെയ്ത എല്ലാ വീഡിയോകളും ഉൾപ്പെട്ട പ്ലേലിസ്റ്റിന്റെ തമ്പനിയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരുന്നതാണ്. അതിൽ പ്രസ് ചെയ്ത് വളരെ യൂസ്ഫുൾ ആയ ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടും. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടാനായി വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ ഈ വീഡിയോ കൂടുതൽ പേരിൽ എത്തുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോകൾ യൂട്യൂബിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കും. കൂടാതെ ഞങ്ങൾ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരുന്നതാണ്. അതിലൊന്ന് തൊട്ടാൽ മതി, ആ വീഡിയോ യൂട്യൂബിൽ ഓപ്പൺ ആകും. എന്നാൽ ശരി, നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഞാൻ ആദ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. ഇനി ഒരു കോൺടാക്റ്റ് ഓപ്പൺ ചെയ്യുന്നു. എൻ്റെ ഈ കോൺടാക്റ്റിൽ കുറച്ച് മെസ്സേജുകളേ ഉള്ളൂ. പക്ഷേ പല കോൺടാക്റ്റുകളിലും ഒരുപാട് മെസ്സേജുകൾ ഉണ്ടാവും, കാലങ്ങളായിട്ടുണ്ടാവും. നമ്മൾ ക്ലിയർ ചെയ്യാതെ വെക്കുകയാണെങ്കിൽ അതിനിടയിൽ നിന്ന് നമ്മുടെ ആ പ്രധാനപ്പെട്ട മെസ്സേജ് തിരയാൻ കുറേ നേരം സ്ക്രോൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നമുക്ക് മെസ്സേജ് എളുപ്പം കിട്ടാൻ എന്ത് ചെയ്യാമെന്ന് നോക്കാം. അപ്പൊ ഈ ഒരു ഇമേജ് ആണ് എനിക്ക് പിന്നീട് ആവശ്യമായി വരുന്നതെന്ന് ഇരിക്കട്ടെ. അപ്പൊ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഈ ഒരു ഇമേജിനെ ഞാൻ ലോങ് പ്രസ് ചെയ്യുകയാണ്. ഇനി ഏറ്റവും മുകളിലായി കാണുന്ന ആ 3 ഡോട്ട്സിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ വന്നിരിക്കുന്ന ആ ബോക്സിലെ 3 ഓപ്ഷനുകളിൽ ഏറ്റവും താഴെയായി പിൻ എന്നൊരു ഓപ്ഷൻ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ലഭിച്ചിട്ടില്ലെങ്കിൽ അത് ലഭിക്കണമെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വാട്സപ്പും അതുപോലെ നമ്മുടെ ഫോണിലെ ആപ്പുകളൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ അറിയാത്തവർക്കായിട്ട് ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ തമ്പനയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരുന്നതാണ്. അതിൽ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്ത് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് നോക്കാം. അങ്ങനെ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ഫീച്ചർ ലഭിക്കും. ഇനി അങ്ങനെ ലഭിച്ചിട്ടില്ലെങ്കിലും വിഷമിക്കേണ്ട, വൈകാതെ അത് ലഭിക്കുന്നതാണ്. അപ്പൊ ഞാൻ ആ പിൻ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ബോക്സ് ഓപ്പൺ ആകും. ഇതിൽ 24 hours, 7 days, 30 days തുടങ്ങിയ ഓപ്ഷനുകളുണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ 24 മണിക്കൂർ വരെ ഇത് പിൻ ചെയ്ത് വെക്കാനാകും. അല്ലെങ്കിൽ 7 days ആക്കാം, അല്ലെങ്കിൽ 30 ദിവസത്തോളം നമുക്കത് പിൻ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പൊ ഈ 3 സമയങ്ങളിൽ ഏത് നമ്മൾ സെലക്ട് ചെയ്താലും ആ സമയത്തിന് ശേഷം ആ മെസ്സേജ് അൺപിൻ ആവുന്നതാണ്. അതായത് ആ ഒരു ഓപ്ഷൻ ഡിസേബിൾ ആകുന്നതാണ്. അപ്പൊ ഞാനിവിടെ 30 days എന്നത് സെലക്ട് ചെയ്യുന്നു. ഇനി താഴെ ക്യാൻസൽ, പിൻ തുടങ്ങിയ ഓപ്ഷനുകളിൽ ആ പിൻ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ സ്ക്രീനിന്റെ മുകളിൽ എന്റെ പ്രൊഫൈലിന് താഴെയായിട്ട് ഒരു പിന്നിന്റെ ഒരു സിമ്പൽ വന്നിരിക്കുന്നതായിട്ട് കാണാം. ഇനി പിന്നീട് ഞാൻ വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ കോൺടാക്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് ഈ ഇമേജ് ആണ് പെട്ടെന്ന് കിട്ടേണ്ടതെങ്കിൽ ആ ഒരു പിന്നിന്റെ സിമ്പലിലോ അല്ലെങ്കിൽ ആ ഫോട്ടോ എന്ന് കാണുന്നതിന്റെ ആ ഭാഗത്തോ ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ ഈ ഇമേജിലേക്ക് പെട്ടെന്ന് എത്തുന്നതാണ്. ഇനി ഞാൻ ബാക്ക് അടിച്ചിട്ട് വാട്സപ്പ് ഒന്നുകൂടി ഓപ്പൺ ചെയ്യുകയാണ്. ഇനി ഞാൻ എൻ്റെ ആ കോൺടാക്റ്റിൽ പ്രസ് ചെയ്യുന്നു. നമ്മൾ കോൺടാക്റ്റിൽ പ്രസ് ചെയ്യുമ്പോൾ ഏറ്റവും താഴെയുള്ള മെസ്സേജ് ആണല്ലോ ഇങ്ങനെ കാണുക. അപ്പൊ ഇനി ഞാൻ ആ പിൻ എന്ന ആ ഒരു ഓപ്ഷനിൽ പ്രസ് ചെയ്യുകയാണ്. ഇപ്പൊ കണ്ടില്ലേ, ആ ഇമേജിലേക്ക് നമ്മൾ പെട്ടെന്ന് എത്തിക്കഴിഞ്ഞു. ഇത് എന്റെ തന്നെ കോൺടാക്ട് നമ്പർ ആണ്. പക്ഷേ നമുക്ക് ആരുടെ കോൺടാക്റ്റും ഓപ്പൺ ചെയ്ത് ഇതുപോലെ നമുക്ക് പിൻ ചെയ്യാവുന്നതാണ്. ഏത് ഗ്രൂപ്പിലും നമുക്ക് ഇതുപോലെ പിൻ ചെയ്യാവുന്നതാണ്. നിലവിൽ നമുക്ക് ഒരു മെസ്സേജ് മാത്രമേ ഒരു കോൺടാക്റ്റിൽ പിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഒരു കോൺടാക്റ്റിലെ പരിധിയാണത്. പക്ഷേ മറ്റു കോൺടാക്റ്റുകളിലും നമുക്ക് ഇതേപോലെ ഒരു മെസ്സേജ് പിൻ ചെയ്യാവുന്നതാണ്. അതേപോലെ ഗ്രൂപ്പുകളിലും പിൻ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് പിന്നീട് ഈ ഒരു മെസ്സേജിനെ ആ പിൻ ചെയ്തതിൽ നിന്ന് ഡിസേബിൾ ചെയ്തിട്ട് മറ്റൊരു മെസ്സേജിനെ നമുക്ക് ഇതേപോലെ പിൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാമെന്ന് ഞാനിപ്പോൾ കാണിക്കാം. എനിക്ക് ആ ഇമേജിനെ പിൻ ചെയ്തതിൽ നിന്ന് ഡിസേബിൾ ചെയ്തിട്ട് ഈ കാണുന്ന PDF ഫയലിനെയാണ് പിൻ ചെയ്യേണ്ടതെന്ന് ഇരിക്കട്ടെ. അപ്പൊ ഞാൻ ആ ഫയലിനെ സെലക്ട് ചെയ്യുകയാണ്. ഇനി മുകളിലുള്ള ആ 3 ഡോട്ട്സിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ വീണ്ടും ഇവിടെ ആ പിൻ ഓപ്ഷനിൽ പ്രസ് ചെയ്യുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു ബോക്സ് ആണ് ഓപ്പൺ ആവുക. ഇവിടെ റീപ്ലേസ് കറന്റ് പിൻ എന്ന് ചോദിച്ചിരിക്കുന്നു. അതായത് ആ ഇമേജിനെ പിൻ ഓപ്ഷനിൽ നിന്ന് ഡിസേബിൾ ചെയ്തിട്ട് ഈ ഒരു PDF ഫയലിനെ പിൻ ചെയ്യണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ആ താഴെ കാണുന്ന ക്യാൻസൽ, കണ്ടിന്യൂ തുടങ്ങിയ ഓപ്ഷനുകളിൽ കണ്ടിന്യൂ എന്ന ഓപ്ഷനിൽ ഞാൻ പ്രസ് ചെയ്യുകയാണ്.
ഇപ്പൊ വന്നിരിക്കുന്ന ബോക്സിൽ 30 ഡേയ്സ് തന്നെ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഇനി ആ താഴെ കാണുന്ന പിൻ എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ സ്ക്രീനിന്റെ മുകളിൽ ആ ഇമേജിന്റെ പിൻ ചെയ്ത് ഡിസേബിൾ ആയിട്ട് ഇപ്പൊ ഞാൻ സെലക്ട് ചെയ്ത ആ PDF ഫയലാണ് പിന്നായിട്ട് കാണുന്നത്. ഇനി ഗ്രൂപ്പിൽ എങ്ങനെയാണെന്ന് കാണിക്കാം. ഞാൻ ഇവിടെ ഒരു ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പൊ ഈ ടെക്സ്റ്റ് മെസ്സേജിനെ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഇനി ആ 3 ഡോട്ട്സിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ വന്നിരിക്കുന്ന ബോക്സിൽ ആ പിൻ എന്ന ഓപ്ഷൻ മൂന്നാമതായിട്ടാണ് കാണുന്നത്. അതിൽ പ്രസ് ചെയ്താൽ മതി. ഇനി ഡേറ്റ് 7 ഡേയ്സ് തന്നെ സെലക്ട് ചെയ്യുന്നു. ഇനി ആ പിൻ എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. അപ്പൊ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോകുന്നു. മറക്കാതെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. വീണ്ടും പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുമ്പോൾ നമുക്ക് കണ്ടുമുട്ടാം. ബൈ.